ഞാൻ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ചാൻസ് ചോദിച്ചാൽ നമുക്ക് ചാൻസ് കിട്ടും. സഹതാപങ്ങളിൽ തോന്നിയിട്ട് മിക്കവാറും ഇവിടുത്തെ ലീഡ് ഹീറോസ് എല്ലാവരെയും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ആന്റണി മാത്രം മേപ്പടിയും കണ്ടപ്പോഴത്തേക്കും ആദ്യമായിട്ട് എനിക്ക് ഉണ്ണിയോട് ഭയങ്കര ഇഷ്ടം തോന്നി. അങ്ങനെ RDX കണ്ടപ്പോൾ എനിക്ക് പെപ്പയോട് ഭയങ്കര ഒരു ആത്മാർത്ഥമായിട്ടൊരു സ്നേഹം തോന്നി. ദാവീദിലേക്ക് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ എത്തിപ്പെട്ടത്. ഒരു സോങ് കട്ടിൽ മാത്രം അഭിനയിക്കേണ്ടിരുന്ന ഞാൻ ഒരു മുഴുനീള കഥാപാത്രം എനിക്ക് കിട്ടി. അപ്പോൾ അതിൽ നിന്ന് ഞാൻ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ചാൻസ് ചോദിച്ചാൽ നമുക്ക് ചാൻസ് കിട്ടും. ചിലപ്പോൾ ഒരു പ്രാവശ്യം ചോദിച്ചാൽ കിട്ടൂല, 2 പ്രാവശ്യം ചോദിച്ചാൽ കിട്ടൂല, പക്ഷേ 5-6 പ്രാവശ്യം ചോദിച്ചാൽ ആരെങ്കിലും ഒരാൾ തരണ്ടിരിക്കില്ല. സഹതാപങ്ങളിൽ തോന്നിയിട്ട്. അപ്പൊ അങ്ങനെ ഗോവിന്ദ് ശ്രീനാഥ് രാജേന്ദ്രന്റെ അസോസിയേറ്റ് ആയിരുന്നു തീവണ്ടിയിൽ. ആയിരുന്നു തീവണ്ടിയിൽ. അദ്ദേഹം ചീഫ് അസോസിയേറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഫെല്ലിയുടെ പടമായിരുന്നു. അന്നാണ് ഗോവിന്ദിനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. പിന്നെ കൽക്കിയിൽ വീണ്ടും അസോസിയേറ്റ് ആയിരുന്നു. അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. ആ ടീമിലെ ഓരോ ആൾക്കാരും ഇപ്പൊ ദീപു ഒക്കെ കൽക്കിയിൽ വർക്ക് ചെയ്ത ആളാണ്. പിന്നെ സുജിനാണ് നമ്മുടെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ. അദ്ദേഹത്തിനെ പറ്റിയും എടുത്തു പറയേണ്ടതാണ്. നല്ലൊരു ടീമാണ്. അതിൻ്റെ അകത്ത് ഓരോ ആൾക്കാർ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഡയറക്ഷനിലേക്ക് വരുന്നു. അവര് പഴയ പരിചയം വെച്ചിട്ടോ സ്നേഹം വെച്ചിട്ടോ ഒക്കെ നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മോയിന്റെ വോയിസ് കേട്ടപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഞെട്ടിയില്ലേ? ഇതേപോലെയായിരുന്നു ക്യാരവനിൽ ഞാൻ ഇരിക്കുമ്പോഴത്തേക്കും ഡോർ ആരോ തുറന്നു. അപ്പൊ പെട്ടെന്ന് മോയിന്റെ വോയിസ് കേട്ടു. ഞങ്ങളത് ആരാണ്? ഭയങ്കര രസമുള്ള വോയിസ്, എന്ത് രസമാണ്. അത് കഴിഞ്ഞപ്പോഴാണ് ബ്ലേസറൊക്കെ ഇട്ടിട്ട് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ഇദ്ദേഹമായിട്ട് എനിക്ക് അഭിനയിക്കാൻ പറ്റിയത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഷോട്ട് നമ്മളൊരു കോളനിയിലാണ് ഷൂട്ട് ചെയ്തത്. ആഷിഖ് അബു, ദ മാൻ ഹു നെവർ ഫിഞ്ച്, ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഡയലോഗ്. ഞാൻ പറഞ്ഞ പത്രം ഒത്തില്ല, പക്ഷെ പുള്ളി അത് അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. തിയേറ്ററിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ പോകുന്ന ഒരു പേഴ്സണാലിറ്റി, അതുപോലെ തന്നെ ഒരു ഭയങ്കര വോയിസിന്റെ ഉടമയാണ് മോ. ആന്റണിയായിട്ട് ആദ്യമായിട്ട് എനിക്കൊരു സിനിമ ചെയ്യാൻ പറ്റി. അതിന്റെ ഒരുപാട് സന്തോഷത്തിലാണ് ഞാൻ. മിക്കവാറും ഇവിടുത്തെ ലീഡ് ഹീറോസ് എല്ലാവരെയും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ആന്റണി മാത്രമായിരുന്നു അങ്ങനെ 3-4 പേരിൽ മിച്ചമുണ്ടായിരുന്നു. പക്ഷെ ആന്റണിയായിട്ടും എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. ഞാൻ ഈ മേപ്പടിയം ചെയ്യുന്ന സമയത്ത് ഉണ്ണിമൂന്നിനെ അതുവരെ നമ്മൾ 6 പാക്കും നല്ല ബോഡിയൊക്കെ ആയിട്ടാണ് കണ്ടിരിക്കുന്നത്. മേപ്പടിയും കണ്ടപ്പോഴത്തേക്കും ആദ്യമായിട്ട് എനിക്ക് ഉണ്ണിയോട് ഭയങ്കര ഇഷ്ടം തോന്നി. കാരണം എൻ്റെ ബോഡി പോലത്തെ ഒരു ബോഡിയൊക്കെ ആയിരുന്നു അത്, കുറച്ച് വയറൊക്കെ ചാടി. അങ്ങനെ RDX കണ്ടപ്പോൾ എനിക്ക് പെപ്പയോട് ഭയങ്കര ഒരു ആത്മാർത്ഥമായിട്ടൊരു സ്നേഹം തോന്നി. കാരണം അദ്ദേഹത്തിന്റെ ബോഡി എൻ്റെ ബോഡി പോലെയൊക്കെ ചെറുതായിട്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് കണ്ടപ്പോഴത്തേക്കും ഇദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഒരു അസൂയാണ് തോന്നിയത്. എന്ന് വെച്ചാൽ അദ്ദേഹം അത്രയും ട്രാൻസ്ഫോം ചെയ്തു ഈ കഥാപാത്രത്തിന് വേണ്ടി. ഹാറ്റ്സ് ഓഫ് ടു പെപ്പെ. പിന്നെ നമ്മുടെ സെഞ്ചുറി ഫിലിംസ് ആണ് ഇത്, വൺ ഓഫ് ദ പ്രൊഡ്യൂസേഴ്സ്. പിന്നെ ഷിബുചേട്ടന്റെ ബാനർ, ഷിബുചേട്ടന്റെ മകനാണ് അച്ചു. ഒരു വളരെ നല്ലൊരു ടീമായിരുന്നു. പനോരമ സ്റ്റുഡിയോസ്, ടോം, എബി, ഇവരൊക്കെ ഇതിന്റെ നിർമ്മാണ പങ്കാളികളാണ്. അജുവായിട്ട് എനിക്കറിയില്ല എത്രാമത്തെ പടമാണ്. അജുവായിട്ട് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട പേര് ജസ് കുക്കു. ആന്റണിയുടെ മകളായിട്ടാണ് അഭിനയിക്കുന്നത്. എനിക്ക് കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ജസ് കുക്കുമായിട്ട് അഭിനയിക്കുന്നത്. ഭയങ്കര സ്പോണ്ടേനിയസ് ആണ്. ഇവർ എടുത്തു പറയേണ്ട കാര്യമില്ല. കുട്ടികൾ ഭയങ്കര സ്പോണ്ടേനിയസ് ആണ്. ഭയങ്കര പേടിച്ചിട്ട് വേണം ഇവരുമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും. അപ്പൊ അങ്ങനെ ഒരുപാട് വലിച്ചെടുത്തില്ല. അപ്പം ഇതാണ്. അപ്പൊ ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങളിൽ എത്ര പേർക്ക് സിനിമയിൽ വരാൻ ആഗ്രഹമുണ്ട്? ഇപ്പൊ മീഡിയയിലാണ്. മീഡിയയിൽ എല്ലാവരും ഭയങ്കര പ്രഗത്ഭരാണ്. സിനിമയിലോ മീഡിയയിലോ എവിടെയായാലും ചാൻസ് ചോദിക്കുക. ചാൻസ് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചാൻസ് കിട്ടും. അവിടെ നിന്ന് പിടിച്ചു കയറുക. ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.